KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിക്ക് അരീക്കോട് മജ്മ നൽകുന്ന പ്രഥമ ദഅ്വ പുരസ്കാരം. ദഅ്വ സാമൂഹിക രംഗത്ത് സേവനം നടത്തുന്ന യുവ പണ്ഡിതർക്കാണ് പുരസ്കാരം. പ്രവാചക സന്ദേശങ്ങളുടെ വ്യാപനം വിശ്വാസികളുടെ മുഖ്യ അജണ്ടയായി സ്വീകരിക്കണമെന്ന് MP മുസ്തഫൽ ഫൈസി. കഴിഞ്ഞ 9 മാസത്തിൽ 1751 പേർ ഇസ്ലാം സ്വീകരിച്ചതായി ഇസ്ലാമിക് ഇൻഫർമേഷൻ സെന്റർ ഓഫ് ദാർ അൽബീർ സൊസൈറ്റി. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ പോളിംഗ് ബൂത്തിലേക്ക്. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ ശിലകളുമായി VHP, ജാഗ്രതയോടെ പോലീസ്. കുമ്മനത്തിന്റേത് ജനങ്ങളെ വിഭജിക്കുന്ന അഭിപ്രായമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വല്ലവന്റെയും അടുക്കള പരിശോധിക്കലാകരുത് നമ്മുടെ ജോലിയെന്ന് ഇന്നസെന്റ് ലോക്സഭയിൽ. മലയാളത്തിലായിരുന്നു പ്രസംഗം. സമത്വ മുന്നേറ്റ യാത്രയ്ക്കിടെ വിദ്വേഷപ്രസംഗം നടത്തിയ വെള്ളാപ്പള്ളി നടേശൻ മുൻകൂർ ജാമ്യം തേടി. വാർത്തകൾ വിശദമായി. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തമിഴ്നാട്, ആസാം, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുമാണ് അടുത്ത വർഷം മധ്യത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. മെയ് 24-നകം തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുമെന്ന് അറിയിച്ച കമ്മീഷൻ തമിഴ്നാട്ടിലുണ്ടായ പ്രളയത്തെ തുടർന്ന് തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്നും വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്ന ആവശ്യം തമിഴ്നാട് സർക്കാരിൽ നിന്നോ പാർലമെന്റ് അംഗങ്ങളിൽ നിന്നോ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും കമ്മീഷനിലെ മുതിർന്ന ഓഫീസർ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തോട് പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾക്കായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ സംസ്ഥാനങ്ങളിൽ സന്ദർശനം ആരംഭിച്ചു കഴിഞ്ഞു. ബംഗാൾ സന്ദർശനം പൂർത്തിയാക്കി. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നസീം സെയ്ദിയും കമ്മീഷൻ അംഗങ്ങളായ അജൽ കുമാർ ജ്യോതി, OP റാവത്ത് എന്നിവർ തിങ്കളാഴ്ച അസമിലെത്തും. അടുത്ത 2-3 ആഴ്ചകൾക്കുള്ളിൽ മറ്റ് സംസ്ഥാനങ്ങളിലും സന്ദർശനം പൂർത്തിയാക്കും. ഇതിനുശേഷമായിരിക്കും അന്തിമ ഷെഡ്യൂൾ തീരുമാനിക്കുക. ഹൈന്ദവ ആരാധനാലയങ്ങളുടെ പരിസരത്തുള്ള അന്യമതസ്ഥരുടെ കച്ചവട സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കണമെന്ന BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരന്റെ അഭിപ്രായം ജനങ്ങളെ വിഭജിപ്പിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ആരാധനാലയങ്ങളുടെ പരിസരത്തുള്ള അന്യമതസ്ഥരുടെ കച്ചവട സ്ഥാപനങ്ങൾ സംബന്ധിച്ച് പ്രായോഗിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിശോധിക്കും. ഇക്കാര്യത്തിൽ BJP കുറച്ചുകൂടി പക്വത കാണിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുമ്മനത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. എന്നാൽ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. പിണറായി വിജയനും ഇടതുപക്ഷവും പച്ചക്കള്ളം പറയുകയാണ്. ആരാധനാലയങ്ങളിലെ കാര്യം അവിടുത്തെ ഭാരവാഹികളാണ് തീരുമാനിക്കേണ്ടത്. ക്ഷേത്രത്തിലേത് ക്ഷേത്ര കമ്മിറ്റിയും പള്ളികളിലേതും മോസ്കുകളിലേതും അവിടുത്തെ കമ്മിറ്റിയുമാണ് തീരുമാനിക്കേണ്ടത്. അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടില്ല, പറയാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ ശിലകളുമായി VHP, ജാഗ്രതയോടെ പോലീസ്. വിശദമായ റിപ്പോർട്ടിലേക്ക്. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ VHPയുടെ നേതൃത്വത്തിൽ 2 ട്രക്ക് കല്ലുകൾ എത്തിച്ചു. VHPയുടെ ഉടമസ്ഥതയിലുള്ള രാംസേവകപുരത്ത് സൂക്ഷിച്ചിട്ടുള്ള ഈ ശിലകൾ രാം ജന്മഭൂമി ന്യാസ് പ്രസിഡന്റ് മഹന്ത് നിത്യഗോപാൽദാസിന്റെ നേതൃത്വത്തിൽ പൂജ നടത്തിയതായി VHP വക്താവ് ശരത് ശർമ്മ പറഞ്ഞു. അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിക്കാൻ 6 മാസം മുമ്പാണ് VHP ദേശവ്യാപകമായി ശിലാശേഖരണം പ്രഖ്യാപിച്ചത്. ക്ഷേത്രം നിർമ്മിക്കാൻ മോഡി സർക്കാരിൽ നിന്ന് സിഗ്നൽ ലഭിച്ചിട്ടുണ്ടെന്നും ഇനിയും ശിലകൾ എത്തിക്കുമെന്നും മഹന്ത് നിത്യഗോപാൽദാസ് പറഞ്ഞു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തുകയാണെന്നും ശിലകൾ സ്വകാര്യ സ്ഥലത്താണ് സൂക്ഷിച്ചതെന്നും ഫൈസാബാദ് സീനിയർ പോലീസ് സൂപ്രണ്ട് മോഹിത് ഗുപ്ത അറിയിച്ചു. സമാധാന ലംഘനമുണ്ടായാൽ നടപടിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോടതിയുടെ പരിഗണനയിൽ ഉള്ള വിഷയമായതിനാൽ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന് ഉത്തർപ്രദേശ് ആഭ്യന്തര വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ദേവാശിഷ് പാണ്ഡെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗ് മുൻകൈയെടുക്കണമെന്ന് കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ ഉമാഭാരതി ആവശ്യപ്പെട്ടു. ഇരുവിഭാഗവുമായി കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പ് ചർച്ച നടത്തി ക്ഷേത്ര നിർമ്മാണത്തിന് മുലായം ശ്രമിക്കണമെന്ന് ഉമാഭാരതി പറഞ്ഞു. ബാബരി മസ്ജിദ് തകർത്ത കേസിൽ ഉമാഭാരതിയും പ്രതിയാണ്. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം.
ക്യാൻസർ രോഗത്തിൽ നിന്ന് വീണ്ടും മുക്തനായ ശേഷം ഇന്നസെന്റ് എം പി ലോക്സഭയിലെത്തി. രോഗികളെ കൊള്ളയടിക്കുന്ന മരുന്ന് കമ്പനികൾക്കെതിരെ ആഞ്ഞടിച്ചതിനൊപ്പം കേന്ദ്ര സർക്കാരിന്റെ ബീഫ് രാഷ്ട്രീയത്തെയും അദ്ദേഹം പരോക്ഷമായി വിമർശിച്ചു. വല്ലവന്റെയും അടുക്കളയിൽ എന്ത് നടക്കുന്നു എന്ന് പരിശോധിക്കലല്ല നമ്മുടെ ജോലിയെന്ന് അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ജനത്തിന് ഉപകാരമുള്ള എന്തെങ്കിലും ചെയ്യാനാണോ ഇങ്ങോട്ടേക്ക് അയക്കുന്നത്? അതിന് തന്നെയാകണം നമ്മൾ പ്രാധാന്യം നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. മലയാളത്തിലായിരുന്നു അദ്ദേഹം ലോക്സഭയിൽ സംസാരിച്ചത്. ഉള്ള ആളുകൾ, പാവപ്പെട്ട ആളുകൾക്ക് ഈ മാമോഗ്രാം ഇതൊന്നും ചെയ്യാനുള്ള യാതൊരു സംഭവമില്ല. ഉണ്ടെങ്കിൽ തന്നെ ഡോക്ടർമാര് പറയും ഈ ഹോസ്പിറ്റൽ അത് കേടാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ ഇങ്ങനെയുള്ള ചൂഷണം ഇതൊക്കെ ഒന്ന് നിർത്തണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ തീരുമാനിച്ചത്. അതുപോലെ മരുന്നിന്റെ ക്വാളിറ്റി, പണ്ടെങ്ങാണ്ട് പല മരുന്നുകളും നമ്മളുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ആ മരുന്നുകൾക്കൊക്കെ ഇന്ന് ആ ക്വാളിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കണം. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മരുന്നുകൾ, ആ മരുന്നുകൾ അവരുപേക്ഷിച്ച മരുന്നുകളാണോ, അതും നമ്മൾ നോക്കേണ്ടതാണ്. അതുപോലെ ആരോഗ്യ മേഖലയിൽ നടത്തുന്ന കാര്യങ്ങൾ, നമ്മൾ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് വരുമ്പോ വിമാനത്തിലൊക്കെ കയറി ഇവിടെ വരുമ്പോ അവരൊക്കെ വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്ന്. അതിനാണ് നമ്മളൊക്കെ വന്നിരിക്കുന്നത് ഓട്ടൊക്കെ മേടിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചെയ്യണം എന്ന് ഞാൻ പ്രത്യേകം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. വല്ലവന്റെ അടുക്കളയിൽ എന്ത് ഭക്ഷണം കഴിക്കുന്നു എന്ന് നോക്കലല്ല നമ്മുടെ ചുമതല എന്ന് ഞാൻ പ്രത്യേകം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. വല്ലവന്റെ അടുക്കളയിൽ എന്ത് ഭക്ഷണം കഴിക്കുന്നു എന്ന് നോക്കലല്ല നമ്മുടെ ചുമതല. അവരെന്ത് വേണേ കഴിച്ചോട്ടെ, അതല്ല, അതിനേക്കാളും വലിയ വലിയ കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള നല്ല കാര്യങ്ങളിലേക്ക് തിരിയട്ടെ. ഇടനിലക്കാരും മരുന്ന് കമ്പനികളും ഡോക്ടർമാരും മുൻകൂട്ടി ആസൂത്രണം ചെയ്താണ് രോഗികളെ കൊള്ളയടിക്കുന്നത്. തുണിക്കച്ചവടം പോലെയാണ് ആശുപത്രികളുടെ പ്രവർത്തനമെന്നും അദ്ദേഹം പറഞ്ഞു. സമത്വ മുന്നേറ്റ യാത്രയ്ക്കിടെ വിദ്വേഷപ്രസംഗം നടത്തിയ കേസിൽ വെള്ളാപ്പള്ളി നടേശൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തേടി. ഹർജി കോടതി ബുധനാഴ്ചത്തേക്ക് മാറ്റി. കേസിൽ വെള്ളാപ്പള്ളിയെ അറസ്റ്റ് ചെയ്യുമെന്ന് സൂചന ലഭിച്ചതോടെയാണ് മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. താൻ വിദ്വേഷം പരത്തുന്ന രീതിയിൽ പ്രസംഗം നടത്തിയിട്ടില്ലെന്നും ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന സർക്കാർ നയത്തെയാണ് വിമർശിച്ചതെന്നും ഹർജിയിൽ വെള്ളാപ്പള്ളി വിശദീകരിക്കുന്നുണ്ട്. കേസിൽ പരാതിക്കാരനായ KPCC അധ്യക്ഷൻ VM സുധീരൻ പ്രസംഗത്തിന് ദൃക്സാക്ഷിയല്ലെന്നും വെള്ളാപ്പള്ളി ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഹർജിയിൽ സർക്കാരിനോട് നിലപാട് അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. സൗദി അൽക്കോബാർ ICF അപ്സര ഓഡിറ്റോറിയത്തിൽ സഹിഷ്ണുതയുടെ പ്രവാചകൻ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിഷ്ണുതയുടെ ലോകോത്തര മാതൃകയാണെന്ന് ഉമർ സഖാഫി മൂർക്കനാട് പ്രസ്താവിച്ചു. ഹുദൈബിയ സന്ധി, മക്ക പ്രവേശനം, മദീന രാഷ്ട്രരൂപീകരണം തുടങ്ങിയവ ഉദാഹരണങ്ങൾ മാത്രമാണ്. മീലാദ് ക്യാമ്പയിനോടനുബന്ധിച്ച് നടന്ന സെമിനാറിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് അബൂബക്കർ ഫൈസിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സെമിനാർ മിഡിൽ ഈസ്റ്റ് ചെയർമാൻ അബ്ദുറഹ്മാൻ ആറ്റക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. PA നജീബ് OICC, പ്രഭാകരൻ മാസ്റ്റർ നവോദയ, സൈനുൽ ആബിദ് സുഹരി RSC, അമീർ അലി KMCC, അബ്ദുറഹീം പാപ്പിനിശ്ശേരി ICF, ബഷീർ ഉള്ളണം, സുബൈർ സഖാഫി എന്നിവർ പ്രസംഗിച്ചു. ഇക്കഴിഞ്ഞ മാസങ്ങളിൽ 46 ഏഷ്യൻ വംശജർ ഉൾപ്പെടെ 1751 പേർ ഇസ്ലാം സ്വീകരിച്ചതായി ഇസ്ലാമിക് ഇൻഫർമേഷൻ സെന്റർ ഓഫ് ദാർ അൽബീർ സൊസൈറ്റി വ്യക്തമാക്കി. വിശദമായ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ 9 മാസത്തിനിടെ 46 ഏഷ്യൻ വംശജർ ഉൾപ്പെടെ 1751 പേർ ഇസ്ലാം സ്വീകരിച്ചതായി ഇസ്ലാമിക് ഇൻഫർമേഷൻ സെന്റർ ഓഫ് ദാർ അൽബിർ സൊസൈറ്റി വ്യക്തമാക്കി. ആഫ്രിക്ക, യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ വൻകരയിൽ നിന്നുള്ളവർ ഇവരിൽ ഉൾപ്പെടും. 21 പേർ വിവിധ കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ദുബായിലെ വിവിധ ജയിലുകളിൽ കഴിയുന്നവരാണ്. സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക പണ്ഡിതരും പ്രചാരകരും ഉൾപ്പെട്ട 15-അംഗ സംഘത്തിന് ഇവരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മിതവാദം, സഹാനുഭൂതി, ശരിയായ അധ്യാപനം എന്നിവയാണ് തടവുകാർ ഉൾപ്പെടെയുള്ളവരെ ഇസ്ലാം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് സൊസൈറ്റി മാനേജർ റാഷിദ് അൽ ജുനൈബി വ്യക്തമാക്കി. ദാർ അൽബിർ സൊസൈറ്റി ഇസ്ലാമിനെ ഇതര മതസ്ഥർക്ക് പരിചയപ്പെടുത്താൻ 20 ഭാഷകളിലായി 2000 പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 9 മാസത്തിനിടയിലാണിത്. 8 ലക്ഷം സീഡികളും ഒപ്പം ലഘുലേഖകളും 50 കേന്ദ്രങ്ങളിലായി വിതരണം ചെയ്തു. സർക്കാർ സ്ഥാപനങ്ങൾ, ഷോപ്പിംഗ് സെന്ററുകൾ, മെട്രോ സ്റ്റേഷനുകൾ തുടങ്ങിയവ ഇവയിൽ ഉൾപ്പെടും. റഫീഖ് നരിക്കുനി, KMIC ന്യൂസ്.
ബഹ്റൈൻ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ശുചിത്വ സന്ദേശവുമായി ICF ക്ലീൻ ബഹ്റൈൻ പരിപാടി സംഘടിപ്പിച്ചു. മനാമ മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ച് സംഘടനയുടെ സന്നദ്ധ സേവന വിഭാഗമായ സാന്ത്വനം വണ്ടിയർമാർ മനാമ സെൻട്രൽ മാർക്കറ്റ് വൃത്തിയാക്കി. രാവിലെ 7:30 മണിക്ക് ആരംഭിച്ച പരിപാടി KC സൈനുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. അബൂബക്കർ ലത്തീഫി, MC അബ്ദുൽ കരീം, മമ്മൂട്ടി മുസ്ലിയാർ, അഷ്റഫ് ഇഞ്ചിക്കൽ, അൻവർ സലീം സയദി, അബ്ദുൽ ഹക്കീം സഖാഫി, ഷമീർ പന്നൂർ, E അബ്ദുറഹീം എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വദനം നിലാവിനഴകാണ്, വരികളിലേറും ശ്രുതിയാണ്, വചനമതാത്മസുഖമാണ്, വരികളിൽ സുഗന്ധപ്പുമണമാണ്. വദനം നിലാവിനഴകാണ്, വരികളിലേറും ശ്രുതിയാണ്, വചനമതാത്മസുഖമാണ്, വരികളിൽ സുഗന്ധപ്പുമണമാണ്. അജബുകളനവധിയായി വിരിഞ്ഞൊരു മലരാണ്, അഹദവനകിലരിലായി കനിഞ്ഞൊരു നബിയാണ്. അജബുകളനവധിയായി വിരിഞ്ഞൊരു മലരാണ്, അഹദവനകിലരിലായി കനിഞ്ഞൊരു നബിയാണ്. വദനം നിലാവിനഴകാണ്, വരികളിലേറും ശ്രുതിയാണ്, വചനമതാത്മസുഖമാണ്, വരികളിൽ സുഗന്ധപ്പുമണമാണ്. അകലെ ഓർമ്മകൾ വസിക്കുന്നൊരിടമാണ്, അരികിൽ ചേർന്നിടാൻ കൊതിക്കുന്നൊരഴകാണ്. അകലെ ഓർമ്മകൾ വസിക്കുന്നൊരിടമാണ്, അരികിൽ ചേർന്നിടാൻ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. പ്രമുഖ പണ്ഡിതനും സാമൂഹിക പരിഷ്കർത്താവും സമസ്ത കേരള ജമിയത്തുൽ ഉലമ നേതാക്കളിൽ പ്രഗത്ഭനുമായിരുന്ന നാലകത്ത് മരക്കാരുട്ടി മുസ്ലിയാരുടെ പേരിൽ അരീക്കോട് മജ്മഅ് നൽകുന്ന പ്രഥമ ദഅ്വാ പുരസ്കാരത്തിന് ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി അർഹനായി. 1,11,111 രൂപയും സർട്ടിഫിക്കറ്റും അടങ്ങുന്നതാണ് പുരസ്കാരം. ദഅ്വാ സാമൂഹിക രംഗത്ത് വിശിഷ്ട സേവനം നടത്തുന്ന യുവ പണ്ഡിതർക്കാണ് പുരസ്കാരം നൽകുന്നത്. 2016 ഫെബ്രുവരി 14, 15, 16 തീയതികളിൽ നടക്കുന്ന അരീക്കോട് മജ്മഅ് 30ാം വാർഷിക സമാപന സമ്മേളനത്തിൽ വെച്ച് അവാർഡ് സമ്മാനിക്കും. ഇന്ത്യക്കകത്തും പുറത്തും ഡോക്ടർ MAH അസ്ഹരി നടത്തുന്ന സാമൂഹിക മതരംഗത്തെ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത്. ഇന്ത്യയിലെ 25ലധികം സംസ്ഥാനങ്ങളിൽ സ്കൂളുകൾ, മദ്രസകൾ, കോളേജുകൾ, പള്ളി ദർസുകൾ തുടങ്ങിയവ സ്ഥാപിച്ച് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരികയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ പണ്ഡിതന്മാർക്കു പുറമെ ആഫ്രിക്ക, യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ എന്നീ ഭൂഖണ്ഡങ്ങളിലെ പ്രമുഖ പണ്ഡിതന്മാരെ ഇന്ത്യൻ പണ്ഡിതന്മാരോട് അടുപ്പിക്കുന്നതിലും കേരളീയ മതത്തനിമ വിദേശ രാജ്യങ്ങളിൽ പരിചയപ്പെടുത്തുന്നതിനും അദ്ദേഹം ഏറെ മുന്നോട്ടു പോയിട്ടുണ്ടെന്നും ജൂറി അഭിപ്രായപ്പെട്ടു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പുത്രനായ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി കാരന്തൂർ മർക്കസിൽ നിന്ന് പ്രാഥമിക പഠനത്തോടൊപ്പം ഖുർആൻ കോളേജിൽ നിന്നും ഹാഫിള് ബിരുദവും കരസ്ഥമാക്കി. മർക്കസ് ശരീഅത്ത് കോളേജിൽ നിന്നും സഖാഫി ബിരുദവും ഈജിപ്ത് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അസ്ഹരി ബിരുദവും നേടി. പിന്നീട് പാറ്റ്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ അസ്ഹരി ശ്രദ്ധേയമായ ഒട്ടേറെ രചനകൾ നടത്തിയിട്ടുണ്ട്. നിലവിൽ മർക്കസ് സഖാഫത്തി സുന്നിയ, മർക്കസ് ഗാർഡൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കേന്ദ്ര ഗവൺമെന്റിന്റെ NCPUL അറബിക് ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ ഡയറക്ടറായ അദ്ദേഹം ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ, റിലീഫ് ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്നിവയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നുണ്ട്. RCFIയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഡോക്ടർ MAH അസ്ഹരിയുടെ വാക്കുകൾ കേൾക്കാം. RCFI is working in India since 10 years, more than 10 years in the field of education, poor villages and sweet water program, orphan care and food distribution and all kinds of charity and humanitarian activities. We are very thankful to the organizers for this opportunity. Especially we are the partners of UAE Red Crescent in India since many years. We are doing all their activities in India.
Also, I hope many new organizations from this year will get attached in with us, and thank you. SYS സംസ്ഥാന സമിതി അംഗമായ ഡോക്ടർ MH അസ്ഹരി GCC രാജ്യങ്ങൾക്കു പുറമെ മൊറോക്കോ, ഈജിപ്ത്, ഫലസ്തീൻ, ജോർദാൻ, ഇംഗ്ലണ്ട്, ചെച്നിയ, മലേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ്, ബ്രൂണൈ, ലിബിയ, തുർക്കി, ഹോങ്കോങ് തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. പ്രവാചക സന്ദേശങ്ങളുടെ വ്യാപനം വിശ്വാസികൾ മുഖ്യ അജണ്ടയായി സ്വീകരിക്കണമെന്നും പ്രഭാഷകർ, എഴുത്തുകാർ, മറ്റു പ്രബോധകർ ഈ വിഷയത്തിൽ കർമ്മകുശലതയോടെ നീങ്ങണമെന്നും പ്രമുഖ പണ്ഡിതനും ചിന്തകനുമായ MP മുസ്തഫൽ ഫൈസി പ്രസ്താവിച്ചു. പൂനൂർ മർക്കസ് ഗാർഡൻ മീലാദ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ മർക്കസ് ഗാർഡൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് ആഖിഫ് തുർക്കി, ഡോക്ടർ ഉമറുൽ ഫാറൂഖ് സഖാഫി, പ്രമുഖ എഴുത്തുകാരൻ OM തരുവണ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യ IEBIയുടെ ആഭിമുഖ്യത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മദ്രസകളുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ച് നടപ്പാക്കി വരുന്ന മിൽനെ മദ്രസ ക്യാമ്പയിൻ അലിഗഡിലും തുടക്കമായി. ക്യാമ്പയിന്റെ ഭാഗമായി അലിഗഡിലെ മദ്രസ ഫൈസാൻ മുസ്തഫയിൽ നടന്ന മദ്രസ അഫിലിയേഷൻ പ്രോഗ്രാം സുന്നി വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മദ്രസകളിൽ മതവിദ്യാഭ്യാസത്തോടൊപ്പം ആധുനിക സാങ്കേതിക വിദ്യാഭ്യാസവും കൂടി ഉൾപ്പെടുത്തി സിലബസ് പരിഷ്കരിക്കണം. ഇതിന് IEBI മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മദ്രസകളുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ വകയിരുത്തിയ ഫണ്ട് അർഹതപ്പെട്ടവർക്ക് ലഭ്യമാക്കാൻ ഇടപെടലുകൾ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ IEBI ജനറൽ മാനേജർ അമീൻ ഹസൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ അബ്ദുറഹീം അലിഗഡ്, VM കോയ മാസ്റ്റർ, യൂസുഫ് മുഹമ്മദ്, അബ്ദുള്ള ബുഖാരി തുടങ്ങിയവർ പങ്കെടുത്തു. SSF മലപ്പുറം ജില്ലാ 43ാമത് കൌൺസിൽ മലപ്പുറം മഅദിൻ ക്യാമ്പസിൽ നടന്നു. കൌൺസിലിൽ മലപ്പുറം ഈസ്റ്റ്, മലപ്പുറം വെസ്റ്റ് എന്നീ 2 പുതിയ ജില്ലാ കമ്മിറ്റികൾ നിലവിൽ വന്നു. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി കൌൺസിൽ ഉദ്ഘാടനം ചെയ്തു. SSF സംസ്ഥാന നേതാക്കളായ NV അബ്ദുറസാഖ് സഖാഫി, M അബ്ദുൽ മജീദ്, CK റാഷിദ് ബുഖാരി, മുഹമ്മദ് അലി കിനാലൂർ, ഡോക്ടർ നൂറുദ്ദീൻ റാസി എന്നിവർ സംസാരിച്ചു. മലപ്പുറം ഈസ്റ്റ് ജില്ലാ ഭാരവാഹികളായി M ദുൽഫുഖാർ അലി സഖാഫി പ്രസിഡന്റും അബ്ദുൽ നാസർ ടി ജനറൽ സെക്രട്ടറിയും സയ്യിദ് മുർത്തള സഖാഫി ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. മലപ്പുറം വെസ്റ്റ് ജില്ലാ ഭാരവാഹികളായി ഫഖറുദ്ദീൻ സഖാഫി പ്രസിഡന്റും CKM ഫാറൂഖ് ജനറൽ സെക്രട്ടറിയും നൌഷാദ് സഖാഫി താനൂർ ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ സിൽവർ ജൂബിലിയുടെ ഭാഗമായി 25 മുഅല്ലിംകൾക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുന്ന ദാറുൽ മുഅല്ലിം ഭവന പദ്ധതി മാർച്ച് 31-നകം പൂർത്തീകരിച്ച് നൽകാൻ SJM സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ജില്ലാ കമ്മിറ്റികൾ നേതൃത്വം നൽകും. സമസ്ത സെന്ററിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. VPM ഫൈസി വില്യാപ്പള്ളി, കുഞ്ഞുകുളം സുലൈമാൻ സഖാഫി, VV അബൂബക്കർ സഖാഫി, CM യൂസുഫ് സഖാഫി ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ബാംഗ്ലൂരു, നീലഗിരി, കർണാടക, തമിഴ്നാട്, ലക്ഷദ്വീപ് അടക്കം വിവിധ ജില്ലാ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു സംസാരിച്ചു. സ്നേഹമാണ് വിശ്വാസം എന്ന ശീർഷകത്തിൽ അടുത്ത മാസം 10-ന് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസിന്റെ ഫണ്ട് ഉദ്ഘാടനം നാസർ ഹാജി ഓമച്ചുപുഴയിൽ നിന്ന് തുക സ്വീകരിച്ചുകൊണ്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിച്ചു. ചടങ്ങിൽ KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, VPM ഫൈസി വില്യാപ്പള്ളി, സയ്യിദ് മുഹമ്മദ് തുറാബ്, സയ്യിദ് സ്വാലി തുറാബ്, TK അബ്ദുറഹ്മാൻ ബാക്കവി മടവൂർ, ചിയ്യൂർ മുഹമ്മദ് മുസ്ലിയാർ സംബന്ധിച്ചു. SYS പുനഃസംഘടനയും കേരള മുസ്ലിം ജമാഅത്ത് രൂപവൽക്കരണവും 3ാം ഘട്ടത്തിലെത്തി. സർക്കിൾ പൂർത്തിയാക്കി സോൺ പുനഃസംഘടനയും രൂപവൽക്കരണവും ആരംഭിച്ചു. അടുത്ത മാസം 6 മുതൽ 17 വരെ നടക്കുന്ന SYS പുനഃസംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നതിനായി നീലഗിരി ഉൾപ്പെടെയുള്ള 15 ജില്ലകളിലേക്കും സംസ്ഥാന കമ്മിറ്റി റിട്ടേണിംഗ് ഓഫീസർമാരെ നിയമിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിക്ക് അരീക്കോട് മജ്മഅ് നൽകുന്ന പ്രഥമ ദഅ്വാ പുരസ്കാരം. ദഅ്വാ സാമൂഹിക രംഗത്ത് സേവനം നടത്തുന്ന യുവ പണ്ഡിതർക്കാണ് പുരസ്കാരം. പ്രവാചക സന്ദേശങ്ങളുടെ വ്യാപനം വിശ്വാസികൾ മുഖ്യ അജണ്ടയായി സ്വീകരിക്കണമെന്ന് MP മുസ്തഫൽ ഫൈസി. കഴിഞ്ഞ 9 മാസത്തിൽ 1751 പേർ ഇസ്ലാം സ്വീകരിച്ചതായി ഇസ്ലാമിക് ഇൻഫർമേഷൻ സെന്റർ ഓഫ് ദാർ അൽബീർ സൊസൈറ്റി. കേരളമടക്കം 5 സംസ്ഥാനങ്ങൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ പോളിംഗ് ബൂത്തിലേക്ക്. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ ശിലകളുമായി VHP, ജാഗ്രതയോടെ പോലീസ്. കുമ്മനത്തിന്റേത് ജനങ്ങളെ വിഭജിക്കുന്ന അഭിപ്രായമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വല്ലവന്റെയും അടുക്കള പരിശോധിക്കലാകരുത് നമ്മുടെ ജോലിയെന്ന് ഇന്നസെന്റ് ലോക്സഭയിൽ. മലയാളത്തിലായിരുന്നു പ്രസംഗം. സമത്വ മുന്നേറ്റ യാത്രയ്ക്കിടെ വിദ്വേഷപ്രസംഗം നടത്തിയ വെള്ളാപ്പള്ളി നടേശൻ മുൻകൂർ ജാമ്യം തേടി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time@gmail.com.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.